ഹലോ എവരി വൺ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കിടിലൻ കൊള്ളിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. കൊള്ളി, ചില നാടുകളിൽ ചിലപ്പോൾ കപ്പ, മരച്ചീനി അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ പറയാം. എന്തുമായിക്കോട്ടെ, നമുക്ക് ഈ ഒരു കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഇത് നമുക്ക് പുട്ടിൻ്റെ ഒപ്പം, ചോറിൻ്റെ ഒപ്പം, ചപ്പാത്തിയുടെ ഒപ്പം ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളി ഒരു സൂപ്പർ കറിയാണ്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കൊള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വളരെ ചെറുതാക്കിയാണ് നുറുക്കിയിട്ടുള്ളത്. കാരണം ഇത് ഇത്തിരി മൂത്തതായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ പീസായിട്ട് നുറുക്കിക്കണേ. അത് എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളവും കുറച്ച് ഉപ്പിട്ടിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾ കുക്കറിൽ വേവിക്കുന്നതിനേക്കാളും വളരെ നല്ലത് ഇതുപോലെ ഓപ്പൺ പാനിലിട്ടിട്ട് വേവിക്കുന്നതായിരിക്കും കേട്ടോ. അതും നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ നോക്കുക. അപ്പോൾ ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം. ഞാൻ ഒരു സവാള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുപോലെ 2 ഉണക്കമുളകും, പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചുവന്നുള്ളിയും, പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ താളിക്കുന്നതിനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കറി ഉണ്ടാക്കുന്നതിനായിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി കറി ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് തുടങ്ങാം. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഈ കറിക്ക് കേട്ടോ. അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പച്ചമണം മാറി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ കൊത്തിയരിഞ്ഞ് വെച്ചിരുന്ന സവാളയും കൂടി ചേർത്ത് നല്ലപോലെ അത് വഴണ്ട് വരുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇതിനൊപ്പം ഞാനിവിടെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വഴണ്ട് വരുന്ന നേരം കൊണ്ട് നമുക്ക് ചെറിയൊരു പണിയുണ്ട്. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ നാളികേരം വറുക്കാനായിട്ട് എടുക്കാം. അത് വറുത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അളവുകളൊക്കെ നമ്മളെടുക്കുന്ന കൊള്ളിയുടെ എണ്ണ അനുസരിച്ച് മാറും കേട്ടോ. ഞാൻ ഇവിടെ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള പൊടികളാണ് ചേർത്ത് കൊടുത്തത്. ഇതപ്പോൾ ഇന്ന് നല്ലപോലെ മൂത്ത് അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് ചൂടാറിയിട്ട് മിക്സിയിൽ നല്ല പോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അത് നമ്മുടെ ഈ മസാലയിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന കൊള്ളിക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ അതിനെ ഈ സവാള വഴണ്ടയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തേങ്ങ വറുത്തെടുത്തതൊക്കെ അരച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്കിനി ഈ ഒരു കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വെള്ളം കുറവ് തോന്നുന്ന, കറിയുടെ ആ ഗ്രേവി കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ മിക്സി ഒന്ന് കഴിയുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ചൂടുള്ള വെള്ളമാണ് ചേർത്തേക്കുന്നത്. പച്ചവെള്ളം ഒരിക്കലും ഇതിൻ്റെ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലൊന്നും ഒരിക്കലും ചേർക്കരുത്. ചൂടുള്ള വെള്ളം എപ്പോഴും ഒഴിക്കാനായിട്ട് ശ്രമിക്കുക കറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ. നമ്മുടെ കറി ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയം ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗരം മസാലയും പിന്നെ നമ്മൾ ചേർത്ത അരപ്പും കൂടി ആവുമ്പോൾ ഈ കൊള്ളിക്കറിയുടെ ഒരു ടേസ്റ്റ് വേറെ ലെവലായിരിക്കും. ഇറച്ചിക്കറിയൊക്കെ മാറി നിൽക്കും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളിതൊന്ന് താളിക്കാൻ പോവാണ്. അപ്പം ഞാൻ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുള്ള ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എപ്പോഴും താളിക്കുമ്പോൾ കുറച്ചൊരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. ഏത് കറി ഉണ്ടാക്കുമ്പോഴും അത് വളരെ ടേസ്റ്റാണ്. അതിൻ്റെ ഒപ്പം ഞാനിവിടെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഉണക്കമുളകും പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊക്കെ നല്ല പോലെ മൂത്ത് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇനി എന്താ, നമ്മൾ ഈ താളിച്ചത് ഈ കൊള്ളിക്കറിയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ സൂപ്പർ ഡ്യൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൊള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ പുട്ടിൻ്റെ ഒപ്പമോ ചപ്പാത്തിയുടെ ഒപ്പം അപ്പത്തിൻ്റെ ഒപ്പമൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റാണെന്ന് പറയാം. എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പുട്ടും കൊള്ളിക്കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ദിവസം ഈ പുട്ടും കടലയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ ഒരു കോംബോ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.